വളരെ കഷ്ടമായി പോയി. ഇത്രയും പ്രായമുള്ള അമ്മയെ പോലും വെറുതെ വിടാത്ത ഇവനെ എന്ത് പേരിട്ട് വിളിക്കണം? കണ്ടു നോക്കൂ, 27കാരൻ കാണിച്ച പരിപാടി കണ്ടോ? മനസാക്ഷിയെ നടക്കുന്ന കൊലപാതക വാർത്ത കേട്ടാണ് തലസ്ഥാനം ഇന്നുണർന്നത്. ഇന്നലെ രാവിലെയാണ് വെഞ്ഞാറമൂട് സ്റ്റേഷൻ പരിധിയിൽ 78കാരിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 മക്കളുടെ മാതാവായ മരണപ്പെട്ട സീതമ്മ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇന്നലെ രാവിലെ 8:30ഓടെ വീട്ടിൽ ജോലിക്കെത്തിയ തൊഴിലാളികളാണ് വീടിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത്. സീതമ്മയെ വിളിച്ചെങ്കിലും പുറത്തേക്ക് കണ്ടില്ല. തുടർന്ന് തൊഴിലാളികളിൽ ഒരാൾ വീടിനകത്തേക്ക് കയറി നോക്കിയപ്പോൾ കിടപ്പുമുറിയിൽ നാക്കു പുറത്തേക്ക് തള്ളി മരിച്ച നിലയിൽ വയോധിക കിടക്കുന്നതാണ് കണ്ടത്. വീടിന്റെ പുറകുവശത്തെ വാതിലിന്റെ ലോക്ക് ഇളകിയ നിലയിലായിരുന്നു. വിവരമറിഞ്ഞെത്തിയ വെഞ്ഞാറമൂട് പോലീസിന് തറയിൽ വീണുകിടക്കുന്ന നിലയിൽ ഒരു മൊബൈൽ ഫോണും ചെരുപ്പും കിട്ടി. മുറിക്കുള്ളിൽ പിടിവലി നടന്നതിന്റെ സൂചനകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. മൃതദേഹത്തിനടുത്തുനിന്ന് കിട്ടിയ മൊബൈൽ ഫോണിൽ നിന്നും മണം പിടിച്ച നായ വീടിന് പുറകിലുള്ള വാതിലിലൂടെ പുറത്തേക്കിറങ്ങി ഒരു ഓട്ടോറിക്ഷ കിടന്ന സ്ഥലത്തെത്തി നിന്നു. പിന്നീട് ഫോൺ ഉടമയായ യുവാവിനെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം അവസാനിച്ചത് നേതാജിപുരം സ്വദേശിയായ 27കാരൻ ജിത്തുവിലാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതി പലപ്പോഴും മരണപ്പെട്ട സീതമ്മ താമസിച്ചിരുന്ന വീട്ടിൽ പോകാറുണ്ട്. രാത്രിയിൽ അമ്മ ഉറങ്ങിക്കിടന്ന സമയത്ത് വീടിന്റെ അടുക്കളവാതിൽ പൊളിച്ച് അകത്തു കയറിയ പ്രതി ബെഡ്റൂമിൽ ഉറക്കത്തിലായിരുന്ന അമ്മയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. സീതമ്മ എതിർത്തപ്പോൾ പ്രതിയുമായി പിടിവലിയായി. തുടർന്ന് അമ്മയുടെ തലയ്ക്ക് പിടിച്ച് ചുവരിലിടിപ്പിച്ചും നിലവിളിച്ച അമ്മയുടെ വാ പൊത്തിപ്പിടിച്ചും ബലാത്സംഗം ചെയ്ത ശേഷം ക്രൂരമായി കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കണ്ടല്ലോ, ഇവനെ പോലുള്ള സൈക്കോകളെയൊക്കെ ഉള്ളു പിടിച്ചു കഴിഞ്ഞാൽ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ജനങ്ങൾ കൈകാര്യം ചെയ്യണം. അഥവാ പോലീസ് പിടിക്കുകയാണെങ്കിൽ ഇവന്മാരെ കൊണ്ട് ജയിലടച്ച് നല്ല ഭക്ഷണം തീറ്റിപ്പിച്ച് പുറത്തോട്ട് വിടാതെ നല്ല രീതിയിൽ അങ്ങോട്ട് കൈകാര്യം ചെയ്ത് നേരെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് പുറത്തോട്ട് വിടണം. ഇനി ഇതുപോലൊന്നും ആവർത്തിക്കാൻ ഇവന്മാർക്ക് ഒരു മനസ്സ് വരരുത്. അതേപോലെ അങ്ങ് ആക്കിയേ വിടാവുള്ളൂ.